Hi students, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയുടെ സാമ്പിൾ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. സോ നമുക്കറിയാം ബയോളജിയിലും എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് എഴുതാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പക്ഷേ എത്ര എഴുതി കഴിഞ്ഞാൽ ഒരു 58 മാർക്ക് കഴിയുമ്പം പിന്നെ എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. അപ്പം ഈ വർഷം എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം എ മെച്യൂർ ഫോളിക്കിൾ ഈസ് കോൾഡ്. അപ്പം നമുക്കിതിന് 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഓവം റിലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെൻസ്ട്രൽ സൈക്കിളിൽ ഓവം റിലീസ് ഈസ് കോൾഡ് ആസ് വാട്ട്? ഓവ്യുലേഷൻ. സോ ഹിയർ വി ഹാവ് 4 ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ, സ്പെർമിയേഷൻ. വാട്ട് ഡു യു മെൻ ബൈ സ്പെർമിയേഷൻ? സ്പെർമിയേഷൻ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമുക്ക് മാറിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും നമ്മൾ ആൻസർ പറയാൻ ഏബിൾ ആയിരിക്കണം. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മളുടെ മെച്യൂർ സ്പെർം ദാറ്റ് ഈസ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ഇറ്റ് റിലീസസ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓവ്യുലേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് ഓവം. അതാണ് നമ്മുടെ ആൻസർ. പാർച്യൂറിഷൻ നമുക്കറിയാം. പാർച്യൂറിഷൻ മീൻസ് വാട്ട്? childbirth or delivery. Then fertilization, fusion of gametes. അപ്പോൾ 4 പ്രോസസ്സും നമുക്കറിയാം. ആ 4 പ്രോസസ്സും അറിയാമെങ്കിൽ നമ്മൾ 4 കൺസെപ്റ്റ് പഠിച്ചു എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം എ മെച്യൂർ ഫോളിക്കിൾ ഈസ് കോൾഡ് ഓവ്യുലേഷൻ. ഓവം എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടില്ല. ഓവ്യുലേഷൻ തന്നെയാണ്. Second question, there is a technique in which collected ovum is transferred into fallopian tube of a female who can't produce one. Name the technique mentioned. അതായത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റഡ് ദാറ്റ് ഈസ് ഓവം കളക്ട് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ART എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ടെക്നിക്സ് അതിൽ പഠിക്കുന്നുണ്ട്. IVF ടെക്നിക്സ്. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. സോ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ സിഫ്റ്റ്, ഗിഫ്റ്റ് എന്നൊക്കെ കുറേ ടേംസ് പഠിക്കും. അതിൽ സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമെറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതാണ് ഇത് 2 വേർഡിൻ്റെയും വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദിച്ചിരിക്കുന്നത് എന്തുവാണ്? ഓവം ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതായിരിക്കും? നമുക്കറിയാം സൈഗോട്ട് ആയി കഴിഞ്ഞാൽ നമുക്കതും ഇതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമെറ്റിനെയാണ് ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഓവം ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്. സോ വി ക്യാൻ റൈറ്റ് വാട്ട്? ഓവം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് മെത്തേഡായിരിക്കും? സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? ഗാമെറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് ഗാമെറ്റ് ആണ്, G എന്ന വേർഡ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഗിഫ്റ്റ് എന്നാണ്, ഗാമെറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സോ ദാറ്റ് ഈസ് ദൻ ആൻസർ. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധയോടെ വായിച്ചെഴുതിയില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. Then third question, human ABO blood group system is an example of. നമ്മൾ ABO blood grouping പഠിച്ചു. നമ്മൾ ജെനറ്റിക്സിൽ അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് മെൻ്റൽ ലോയ്ക്ക് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. സോ വി സ്റ്റഡീഡ് വാട്ട്? പ്ലിയോട്രോപ്പി. ആ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലിയോട്രോപ്പി. Then next one, polygenic inheritance. Then third one, codominance. Then fourth one, incomplete dominance. ഇതൊക്കെ എന്താണ്? മെൻ്റൽ പറയുന്ന സിദ്ധാന്തങ്ങളുടെ എക്സെപ്ഷൻസ് ആണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഈ 4 തിയറിയും അതിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡോമിനൻസിന് മെയിൻലി നമ്മൾ പഠിക്കുന്നത് ഡോമിനൻസ് മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ. ദ റിസസീവ് വൺ വിൽ ബി സപ്രസ്ഡ്. ബട്ട് ഹിയർ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോട്ട് അറ്റ് ഓൾ കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ്. ഒരു പാർഷ്യൽ ഡോമിനൻസ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരിക്കലും ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയില്ല. അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന പ്ലാന്റിൽ വരുന്ന വേരിയേഷൻസിനെയാണ്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ തന്നെ പുതിയൊരു കളർ അപ്പിയർ ആവുന്നു, പിങ്ക് കളർ.
എന്തുകൊണ്ടാണ്? വൈറ്റും റെഡും ക്രോസ് ചെയ്യുമ്പം റെഡാണ് ഡോമിനൻ്റ്, വൈറ്റ് റിസസീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ മെൻഡൽ പറഞ്ഞത് പ്രകാരം എന്തായിരിക്കണം? റെഡ് തന്നെ എക്സ്പ്രസ് ചെയ്യണം. ബട്ട് ഹിയർ എന്താണ് എക്സ്പ്രസ് ആവുന്നത്? പിങ്ക്. അപ്പോൾ അവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഡോമിനൻ്റ് ആയിട്ട് ഒരു പുതിയ കളർ അപ്പിയർ ആവുന്നു, ദാറ്റ് ഈസ് കോൾഡ് പിങ്ക്. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻ്റ് അല്ല. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വൺ ജീൻ ക്യാൻ എക്സ്പ്രസ് മോർ ദാൻ വൺ ക്യാരക്ടർ. A single gene can express more than one character. So we studied many examples like what? The disease like sickle cell anemia, or we can say that is what? Hemophilia. All are having many symptoms. All the symptoms are controlled by a particular gene. So that is called pleiotropy. അപ്പോൾ അതും അല്ല. Then codominance. Codominance ആണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സാമ്പിൾ ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്, ഡോമിനൻസ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബ്ലഡ് ഗ്രൂപ്പ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ എ that is dominant gene called capital I. So that is having what? അതിന് എത്ര അലീൽസ് ഉണ്ട്? IA, IB, then small I. അപ്പോൾ സ്മോൾ ഐ ആണ് റിസസീവ്. IA and IB both are dominant. So both these dominant alleles are expressed in generation. If Aയും Bയും ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അല്ലാതെ A ഗ്രൂപ്പ് എന്ന് പറയാറില്ല. So both are dominant. So that is called codominance or multiple alleles. അപ്പം നമുക്കിവിടെ കോഡോമിനൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോഡോമിനൻസ്. മനസ്സിലായല്ലോ? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇനീഷ്യേറ്റർ കോഡോൺ. നമ്മൾ പഠിച്ചു ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഒരു പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന കോഡോണിനെയാണ് നമ്മൾ ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് UAG, ദെൻ GUA, AUG, then UGA. അപ്പം നമുക്കറിയാം ഒരെണ്ണം ഇനിഷ്യേറ്റർ ആണ് ഇതിൽ, മറ്റു മൂന്നെണ്ണവും സ്റ്റോപ്പ് കോഡോൺ ആണ്. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ വരെയാണോ നമ്മളുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, when it reaches to this particular codon the process stops. That is called stop codon. So here this UAG, GUA and UGA, all these three are stop codons and AUG is the initiator codon. AUG എവിടെയാണോ AUG കോഡോൺ ഉള്ളത് അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ AUG നമ്മൾ രണ്ട് തരത്തിൽ പറയും. എന്താണ്? ഇറ്റ് ഈസ് എൻ ഇനീഷ്യേറ്റർ കോഡോൺ ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബൈൻഡ്സ് വിത്ത് എൻ അമിനോ ആസിഡ് മെത്തിയോണിൻ. മെത്തിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്യാനും ഈ കോഡോൺ ഉപയോഗിക്കും. ഇറ്റ് ഹാസ് എ ഡ്യുവൽ ഫംഗ്ഷൻ. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാം, എന്താണ് AUGയുടെ ഡ്യുവൽ ഫംഗ്ഷൻ? എന്തൊക്കെയാണ്? ഇറ്റ്സ് എൻ ഇനീഷ്യേറ്റർ കോഡോൺ as well as it is a binds with an amino acid methionine. And the fifth question is complete the following. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോമലോഗി ആൻഡ് അനലോഗി രണ്ടും നമുക്കറിയാം. ഹോമലോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. അനലോഗി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഡിസിമിലർ സ്ട്രക്ചർ ആൻഡ് സിമിലർ ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ ഇസ് കോൾഡ് അനലോഗി. അപ്പോൾ ഹോമലോഗിക്ക് നമ്മൾ ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയും. എന്തുകൊണ്ടാണ്? സെയിം സ്ട്രക്ചറാണ്, പക്ഷേ ഫംഗ്ഷൻ അവിടെ ഡൈവേർട്ട് ആവുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ അനലോഗി തിരിച്ചാണ്, സ്ട്രക്ചറിന് തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷേ പിന്നെ എന്താണ്? ഫംഗ്ഷൻ സെയിം ആക്കും. അപ്പം നമ്മളതിനെ പറയുന്ന പേര് കൺവേർജൻറ്റ് എവല്യൂഷൻ എന്നാണ്. അപ്പോൾ അതാണ് ഡാഷിൽ ചോദിച്ചിരിക്കുന്നത്. ഹോമലോഗി ആൻഡ് ദ ഡൈവേർജൻറ്റ് എവല്യൂഷൻ, ദെൻ അനലോഗി ഈസ് convergent evolution. മനസ്സിലായല്ലോ? Then the sixth question is dash is commonly called baker's yeast. നമുക്കറിയാം നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ഈസ്റ്റിന് നമുക്ക് പല റോൾസ് ഉണ്ട് ഹ്യൂമൻ ലൈഫിൽ തന്നെ. ബേക്കിംഗ് ഇൻഡസ്ട്രിയിലും വൈൻ പ്രിപ്പറേഷനും ആൽക്കഹോളിക് ബീവറേജസ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ കോമൺലി യൂസ് ചെയ്യുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് സക്കാരോമൈസസ് സെറിവേസിയെ. സക്കാരോമൈസസ് സെറിവേസിയെ. ദാറ്റ് ഈസ് എ കോമൺലി യൂസ്ഡ് ഈസ്റ്റ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ബയോളജിക്കൽ നെയിമാണ് സക്കാരോമൈസസ് സെറിവേസിയെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വൺ വേർഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ബയോ പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബയോ പ്രോസ്പെക്റ്റിംഗ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി പ്രോസ്പെക്റ്റിംഗ് എന്നാണ്.
ബയോഡൈവേഴ്സിറ്റി പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ലിവിങ് ബീയിങ്ങിനെ നമുക്ക് എന്തിന് നമ്മൾ ബയോടെക്നോളജിയിൽ പഠിച്ചു ലിവിങ് ബീയിങ്ങിനെ ഉപയോഗിച്ച് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് കൊമേഴ്സ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ലിവിങ് തിങ്സിന് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം എക്സ്പ്ലോറേഷൻ ഓഫ് ലിവിങ് തിങ്സ് ഫോർ കൊമേഴ്സ്യലി യൂസ്ഫുൾ പ്രോഡക്റ്റ് ഫോർ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഫോർ യൂസ്ഫുൾ ടു ഹ്യൂമൻ. ഒരു ലിവിങ് തിങ്സ് നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ലിവിങ് തിങ്സ് ഫോർ കൊമേഴ്സ്യലി യൂസ്ഫുൾ പ്രോഡക്ട്സ് ഓഫ് ലിവിങ് തിങ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു ലിവിങ് തിങ്സിനെ പരിശോധിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയോ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ വേർഡ്സ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ, അല്ലെങ്കിൽ നമുക്ക് അവിടെ തെറ്റുപറ്റും. സ്റ്റാർട്ട് കോഡോണിൽ എല്ലാ ലെറ്റേഴ്സും ഒരുപോലെയാണ് വരുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ സെക്കൻഡ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ 2 മാർക്ക് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡോണ്ട് ഡൈ ഓഫ് ഇഗ്നോറൻസ്, എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് എയ്ഡ്സ് ത്രൂ സെർട്ടൈൻ ഓർഗനൈസേഷൻ ആൻഡ് WHO സ്റ്റാർട്ടഡ് സെർട്ടൈൻ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ എയ്ഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ അവർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇറ്റ്സ് എ സിൻഡ്രോം നോട്ട് എ ഡിസീസ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് ഡിസീസ് ആവാത്തത്? ബിക്കോസ് ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് സിംറ്റംസ്. സോ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് എയ്ഡ്സ്. നമുക്കറിയാം എന്താണ്, നമ്മൾ എപ്പോഴും കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതാണ് നമ്മൾ HIV എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ തന്നെ എഴുതുക. നമ്മൾ +2 നമുക്കപ്പോൾ അതേപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൻസേഴ്സ് എഴുതുക. സോ ദാറ്റ് ഈസ് വാട്ട് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ദെൻ റൈറ്റ് ദ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഫോർ എയ്ഡ്സ്. നമുക്ക് തന്നെ അറിയാം എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്? ത്രൂ സെക്ഷുവൽ കോണ്ടാക്ട്, ദെൻ ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ദെൻ മദർ ടു ദ ഫീറ്റസ്, പിന്നെ സിറിഞ്ചസ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വി ഷുഡ് ക്ലിയർലി ചെക്ക് ഇറ്റ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് അവോയ്ഡ് സെക്ഷുവൽ കോണ്ടാക്ട് വിത്ത് അൺനോൺ പാർട്ട്ണർ. അവോയ്ഡ് സെക്ഷുവൽ കോണ്ടാക്ട് വിത്ത് അൺനോൺ പാർട്ട്ണർ. പിന്നെ എന്ത് എഴുതാം? യൂസ് സ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ഓർ യൂസ് സിറിഞ്ചസ് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. നൗഡേയ്സ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒന്നും ചെയ്യുന്നില്ല, പുതിയ സിറിഞ്ചസ് ആണ് ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് നമുക്ക് എന്തായിട്ട് എഴുതാം? പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ആയിട്ട് എഴുതാം. മെയിൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അവോയ്ഡ് സെക്ഷുവൽ കോണ്ടാക്ട് വിത്ത് അൺനോൺ പാർട്ട്ണർ ആൻഡ് ഓൾസോ യൂസ് സ്റ്റെറിലൈസ്ഡ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് before blood transfusion we should clearly check it, otherwise we won't receive blood from the unknown person. അങ്ങനെയും പറയുന്നുണ്ട്. നമുക്ക് അറിയാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ബ്ലഡ് റിസീവ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മൾക്ക് അവരുടെ ബിഹേവിയേഴ്സ് ഒന്നും നമുക്കറിയില്ല. സോ വി ഷുഡ് ചെക്ക് ഇറ്റ് ക്ലിയർലി. നമുക്കറിയാം അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് സമ്മതിക്കാൻ. സോ എനി 2 methods you can write. ഓക്കെ, ഫോർ പ്രിവെൻറ്റീവ് മെത്തേഡ്സ്. അപ്പോൾ ഫസ്റ്റ് കോസറ്റീവ് ഏജൻറ്റിന് 1 മാർക്കും ഈ പ്രിവെൻറ്റീവ് മെത്തേഡ് എഴുതുന്നതിന് 1 മാർക്കുമാണ്. അപ്പം നന്നായിട്ട് അറിയാവുന്നുള്ള 1 പോയിന്റ് വീതം എഴുതിയാലും മതി. Then 9th question, the causes of biodiversity loss are designated as evil quartet. So explain the evil quartet in biodiversity loss. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഒരു 7 മില്യൺ സ്പീഷീസോളം ഉള്ള ഒരു വലിയ ബയോഡൈവേഴ്സിറ്റിയാണ് നമുക്ക്. അതിൽ നമ്മൾ 1.8 മില്യൺ മാത്രമേ നമ്മൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം പല സ്പീഷീസ്, ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ടൈഗേഴ്സ് ആർ എക്സ്റ്റിങ്ക്റ്റ്. ദെൻ ഡോഡോ, കോഗ, അങ്ങനെ പല സ്പീഷീസ്, തൈലസിൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആയി. എന്തുകൊണ്ടാണ് എക്സ്റ്റിങ്ക്റ്റ് ആയത്? ബിക്കോസ് ഓഫ് ദ ലോസ് ഓഫ് പോപ്പുലേഷൻ. മെയിൻലി പോപ്പുലേഷനാണ് റീസൺ. പക്ഷെ നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി ലോസിന് 4 ഇമ്പോർട്ടൻറ്റ് റീസൺസ് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈവിൽ ക്വാർട്ടറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഹാബിറ്ററ്റ് ലോസ്. ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്താണ് ഹാബിറ്ററ്റ് ലോസ്?
ഹാബിറ്ററ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒരു ജീവജാലം ഒരു മരം മുറിച്ചാലും അതിൽ നിന്ന് പലതരം സ്പീഷീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹാബിറ്റ് നഷ്ടപ്പെടുന്നത്. അതാണ് ഹാബിറ്ററ്റ് ലോസ്. ഈവൻ നമുക്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ കാട് പണ്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഫുൾ കാടായിരുന്ന സ്ഥലമായിരുന്നു ഇത്. നമ്മളിപ്പം ഓരോ റീജിയനിൽ പോകുമ്പോൾ അവിടെയൊക്കെ പണ്ട് കാടുകളായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, റോഡ് വന്നു ഇടയ്ക്ക്. അപ്പം തന്നെ എന്താവും, ഒരു കാടെന്നുള്ളതിൻ്റെ നടുക്കൊരു റോഡ് വന്നു കഴിഞ്ഞാൽ അത്രയും ഓർഗാനിസത്തിന് എന്ത് നഷ്ടപ്പെടുന്നു, ഹാബിറ്ററ്റ് നഷ്ടപ്പെടുന്നു, അതിൻ്റെ താമസ സ്ഥലം നഷ്ടപ്പെടുന്നു. പിന്നെ ഓരോ റീജിയൻ ആകുമ്പോൾ അവർക്ക് ഫ്രീ മൂവിങ് പറ്റുന്നില്ല. അവിടെ നമ്മൾ കെട്ടിടങ്ങൾ വെക്കുന്നു, ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നു. ഒഴിഞ്ഞ ഏരിയയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓർഗാനിസത്തിന് അതിൻ്റെ താമസ സ്ഥലം നഷ്ടപ്പെട്ട് അത് ഓരോന്നായിട്ട് ചത്തൊടുങ്ങുന്നു. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് എന്ന് പറയുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം മെറൈൻ ഫിഷസ്, നമുക്ക് കാടിൽ നിന്ന് കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫിഷസ്, മെറൈൻ ഫിഷസ്. ഈ ഫിഷസ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചെങ്കിലോ അത്രയ്ക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആവശ്യവും കഴിഞ്ഞിട്ട് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് കാശിന് വേണ്ടി നമ്മൾ അതിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അങ്ങനെയും ഓർഗാനിസം സ്പീഷീസ് ഒക്കെ നഷ്ടപ്പെടുന്നു. ദാറ്റ് ഈസ് എ സെക്കൻഡ് റീസൺ. ആൻഡ് ദ തേർഡ് വൺ ഈസ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വലിസം. രണ്ട് ഓർഗാനിസം ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പരസ്പരം ഉപകരിച്ച് ജീവിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി കമൻസാലിസം, മറ്റൊരു ഓർഗാനിസം ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കുന്ന രണ്ട് ഓർഗാനിസത്തിന് അതിൻ്റെ ഹോസ്റ്റ് സ്പീഷീസ് ഇല്ലെങ്കിൽ അതിന് ജീവിക്കാൻ വേറെ സ്ഥലമില്ല. അപ്പം അങ്ങനെ ഒരെണ്ണം നഷ്ടപ്പെടുമ്പോൾ മറ്റേത് മ്യൂച്വലിസത്തിൽ വരുന്ന ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേതിനും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ ആളില്ലാതെ അതും എന്ത് ചെയ്യുന്നു, വംശനാശം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണം പോകുമ്പോൾ തന്നെ അതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റേ ആളും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റിങ്ക്റ്റ് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കോ എക്സ്റ്റിങ്ഷൻ. ദെൻ ദ ഫോർത്ത് വൺ ഈസ് കോൾഡ് ആസ് അലൈൻ സ്പീഷീസ് ഇൻവേർഷൻ. അലൈൻ സ്പീഷീസ് ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോറിൻ സ്പീഷീസ്, അലൈൻ എന്ന് പറയുന്ന വേർഡ് അതാണ്. എന്താണ് ഫോറിൻ സ്പീഷീസ്? ഫോറിൻ സ്പീഷീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പുറത്തുനിന്ന് സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മുടെ അവിടെ ഉള്ള സ്പീഷീസൊക്കെ നഷ്ടപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് നമ്മൾ ബംഗാളിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഇതളുകളുള്ള, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു അക്വേറിയം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വാട്ടർ ഹയാസിന്തിനെ കൊണ്ടിട്ടാൽ മതി, ഒരു സെക്കൻഡ് കൊണ്ട് അതെന്ത് ചെയ്യും, പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് മൊത്തം ഏരിയ അങ്ങ് കവർ ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, താഴെയുള്ള റീജിയൻ ഓർഗാനിസത്തിനൊന്നും എന്ത് കിട്ടൂല, ഓക്സിജൻ കിട്ടൂല, അതിന് ലൈറ്റ് കിട്ടില്ല. അങ്ങനെ അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആ ഒരു ലൈഫ്, അക്വാട്ടിക് ലൈഫ് എഫക്റ്റ് ആവും. അപ്പം ഇങ്ങനെ അഫക്റ്റ് ആവുന്നു. അതെന്തുകൊണ്ടാണ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ സ്പീഷീസ് കാരണം ബാക്കി അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസൊക്കെ നശിച്ചു പോകും. ഭംഗിക്ക് വേണ്ടിയാണ് ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ താഴെ ഉണ്ടായിരുന്നവരൊക്കെ അങ്ങ് നശിച്ചു പോയി. ദാറ്റ് ഈസ് കോൾഡ് അലൈൻ സ്പീഷീസ് ഇൻവേർഷൻ. അതേപോലെ ക്യാറ്റ് ഫിഷ്, ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിനെ നമ്മൾ പോണ്ടിലോട്ട്, ദാറ്റ് ഈസ് ലേക്ക് വിക്ടോറിയയിലോട്ട് നമ്മൾ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണ കുഞ്ഞ് സിച്ചിലിറ്റ് ഫിഷ് എന്ന് പറയും, അതിൻ്റെ ഒരു 200 സ്പീഷീസ് ഓഫ് സിച്ചിലിറ്റ് ഫിഷിനെ എന്ത് ചെയ്തു, ഈ ഫിഷ് കഴിച്ചത് കാരണം അത് വംശനാശം സംഭവിച്ചു. അപ്പം അങ്ങനെ വരുന്ന 4 കാരണമാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ ആൻഡ് അലൈൻ സ്പീഷീസ് ഇൻവേർഷൻ. 2 മാർക്കിനായതുകൊണ്ട് ഈ 4ഉം എഴുതണം, അപ്പോഴേ 2 മാർക്ക് കിട്ടുള്ളൂ. Then match the following diseases with their pathogen suitably. നമുക്ക് ഡിസീസ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം നമ്മൾ ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. ആ ഡിസീസിൻ്റെ കോസറ്റീവ് ഏജൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഫൈലേറിയാസിസ് നമുക്കറിയാം, എലിഫന്റിയാസിസ് നമ്മൾ പറയാം, അല്ലെങ്കിൽ മന്ദകാലം എന്ന് പറയും. അതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്, പാത്തജൻ. ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ സാൽമോണെല്ല, റൈനോ വൈറസ്, എൻറ്റമീബ, എപ്പിഡെമോഫൈറ്റോൺ, വുച്ചറേറിയ. നമുക്കറിയാം വുച്ചറേറിയയാണ് നമുക്ക് എന്താണ് ഫൈലേറിയൽ വോം എന്ന് പറയുന്നത്, വുച്ചറേറിയ. ദാറ്റ് ഈസ് ദ ഫൈലേറിയൽ വോം. ആൻഡ് ദ സെക്കൻഡ് വൺ റിംഗ് വേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വേം ആണോ എന്ന് ചിന്തിക്കരുത്, അതെന്താണ്, ഫംഗൽ ഡിസീസാണ്. ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ, റിംഗ് വേം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇതിൽ സ്കെയിലി ലിഷൻസ് വരും, അല്ലെങ്കിൽ റൗണ്ടായിട്ട് വന്ന് നമ്മുടെ തലമുടിയൊക്കെ ആ ഒരു റൗണ്ടിലുള്ള തലമുടിയൊക്കെ അങ്ങ് പോകും. അതിങ്ങനെ വട്ടച്ചൊറി എന്നൊക്കെ പറയും. ചിലപ്പോൾ വട്ടത്തിൽ വന്നിട്ട് അതിനകത്തുള്ള മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോവും. അവിടെ നമുക്ക് സ്കെയിൽ പോലത്തെ ഇത് നമ്മൾ ചൊറിയുമ്പോഴേക്കും ഇങ്ങനെ പൊടിയായിട്ട് വരും. അതൊക്കെയാണ് റിംഗ് വേം എന്ന് പറയുന്നത്. അതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സാൽമോണെല്ല ബാക്ടീരിയയാണ്. ദെൻ റൈനോ വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസ്, എൻറ്റമീബ എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവ. ഇവിടെ എപ്പിഡെമോ
ഡെർമോഫൈറ്റോൺ എന്ന് പറയുന്നതാണ് ഫംഗസ്. ഉച്ചിറേറിയ എന്ന് പറയുന്നത് വേം ആണ്, നെമറ്റോഡ് വേം. അതിൽ എപ്പിഡെർമോഫൈറ്റോൺ അതാണ് ഏതിൻ്റെ കോസറ്റീവ് ഏജൻറ്റ്? റിംഗ് വേമിൻ്റെ കോസറ്റീവ് ഏജൻറ്റ്. ദെൻ തേർഡ് വൺ കോമൺ കോൾഡ്. കോമൺ കോൾഡ് നമുക്കറിയാം ജലദോഷം, ഗ്രൂപ്പ് ഓഫ് വൈറസസ് ആണ്, അതിന് നമ്മൾ റൈനോ വൈറസസ് എന്ന് പറയും. ദെൻ അമീബയാസിസ്. അമീബയാസിസ് ഒരിക്കലും ഒരു ബാക്ടീരിയൽ ഡിസീസ് അല്ല, അതെന്താണ്? ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. എൻഡമീബ, ഹിസ്റ്റോലിറ്റിക്ക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ഡിസീസിൻ്റെ പേരും ഒരു ടേബിളായിട്ട് എഴുതിയിട്ട് അതിൻ്റെ കോസറ്റീവ് ഏജൻ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കോളമായിട്ട് എഴുതുക. അപ്പം നമ്മൾ ഇത് അത്രയും മറക്കാതിരിക്കും. അപ്പം നമുക്ക് 2 മാർക്ക് കിട്ടും. ഒരെണ്ണം തെറ്റിയാൽ നമുക്ക് 1/2 മാർക്ക് അവിടെ പോകുന്നുണ്ട്. സോ ബി കെയർഫുൾ. ദെൻ 11th question. The fungus Trichoderma polysporum help to produce bioactive molecule. നമ്മൾ ചില ഫംഗസ്, ബാക്ടീരിയ എല്ലാം നമുക്ക് യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. അതിൽ വരുന്ന ബയോ റിയാക്റ്റീവ് മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്ന 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ എന്നുള്ളതും മറ്റേത് എന്താണ്? സൈക്ലോസ്പോറിൻ എ എന്നുള്ളതുമാണ്. 2 ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് നമ്മൾ പഠിക്കുന്നത്, സ്റ്റാറ്റിൻ ആൻഡ് സൈക്ലോസ്പോറിൻ എ. ഈ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്യുന്നത് ഏതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. മൊണാസ്കസ് പർപ്യൂറിയസ്. സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ബയോ റിയാക്റ്റീവ് മെറ്റീരിയൽ എന്താണ്? ദാറ്റ് ഈസ് സൈക്ലോസ്പോറിൻ എ എന്ന് പറയും. സൈക്ലോസ്പോറിൻ എ അതിൻ്റെ യൂസ്ഫുൾ അതിന് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. നെയിം ദ ബയോ ആക്റ്റീവ് മോളിക്യൂൾ, അതായത് ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്ന് വരുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഏതാണെന്നാണ്. അത് നമുക്കറിയാം, ഏതാണ്? സൈക്ലോസ്പോറിൻ എ. അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡിഡ് ദിസ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ യൂസ്ഫുൾ ഇൻ ഹ്യൂമൻ ലൈഫ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ആക്ട് ആസ് എൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. എന്താണ് ഈ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ? ശരിക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യും. എപ്പോഴാണ് സപ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു? ഇറ്റ് ആക്ട് അഗെയിൻസ്റ്റ് ദ ഫോറിൻ പാത്തജൻ. അതായത് നമ്മുടെ ബോഡീന് റെസിസ്റ്റൻറ്റ് പവർ ഉണ്ടാക്കുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്തിനാണ് നമ്മൾ സപ്രസ് ചെയ്യുന്നത്? വെൻ വി ആർ റിസീവിങ് ആൻ ഓർഗൻ ഫ്രം അതർ വൺ. നമ്മൾ ആരിൽ നിന്നെങ്കിലും ഒരു ഓർഗൻ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? സപ്രസ് ചെയ്യണം. ബിക്കോസ് അതർവൈസ് ഇറ്റ് റിജക്ട് ദ ഓർഗൻ. ഇത് റിജക്റ്റ് ചെയ്യും ആ ഓർഗൻ. എങ്ങനെയൊക്കെ നമ്മൾ മാച്ചിങ് നോക്കി ചെയ്താലും എന്ത് ചെയ്യുന്നു? അവർ ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഫോറിൻ ബോഡി. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്കറിയാം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ ഇമ്മ്യൂണോ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ആക്റ്റീവ് മോളിക്യൂൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും, മെഡിസിനായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്ത ശേഷം മാത്രമേ വി ക്യാൻ റിസീവ് എൻ ഓർഗൻ ഫ്രം സംവൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ദ റോൾ. സ്റ്റാറ്റിന് അതുപോലൊരു റോളുണ്ട്, ഒരു മെഡിസിനൽ റോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലോവറിങ് ഓഫ് ബ്ലഡ് കൊളസ്ട്രോൾ. ഇതിന് നമുക്ക് ബ്ലഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി അപ്പോൾ കൊളസ്ട്രോൾ പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിസിനിൽ ഈ ഒരു കോമ്പിനേഷൻ വരും. അപ്പം നമുക്ക് ഈ 2ഉം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പം ഇത് പഠിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പഠിക്കണം. സ്റ്റാറ്റിൻ ഏത് ഓർഗാനിസം, പിന്നെ എന്താണ് അതിൻ്റെ ഡ്യൂട്ടി, അങ്ങനെ പഠിച്ചാൽ നമുക്ക് 2 മാറി ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ, then the next question they shown here, it is a diagram is there, and that from the diagram they asked some questions. ഒരു ഡയഗ്രാം കൊടുത്തിട്ട് അതിൻ്റെ ബേസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഒരുപാട് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്ന് ഈ ഡയഗ്രാം. അതുകൊണ്ടാണ് പറയുന്നത് വലിയ ഡയഗ്രാംസ് ഒന്നും അല്ല കൊടുക്കുന്നത്. നമ്മൾ വളരെ എന്ത് ചെയ്യണം? ആ ഡയഗ്രാംസ് ഒക്കെ മൈന്യൂട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് എ ഡയഗ്രാം ലൈക്ക് ദിസ്. സോ നമുക്ക് ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, അത് നമുക്ക് അറിയുന്ന വിധത്തിൽ നമുക്കൊരു ഇതുണ്ട്. So this is the diagram shown here. Nucleus. Okay. So here they are asking, first question is identify the process. എന്തായിരിക്കും ഈ പ്രോസസ്സ്? ഈ വരുന്നത് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ അറിയാം, സ്പേംസ്.
and this is an egg. അപ്പോൾ എന്തുവാണ്? egg comes and meet the sperm. The process is called fertilization. ആ പ്രോസസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് എഴുതുക. ഐഡന്റിഫൈ ദ പ്രോസസ്. എന്താണ്? ഫെർട്ടിലൈസേഷൻ. Then next they asked, the question is first one, what is the role of, that is A, B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എയും ബിയും. This is A and this here one is B. What is A and B എന്ന് ചോദിച്ചിട്ടുണ്ട്. A എന്ന് പറയുന്നത് എന്താണ്? കൊറോണ റേഡിയേറ്റ സെൽസ്. കൊറോണ റേഡിയേറ്റ സെൽ. എഗ് മെംബ്രെയിൻ്റെ ചുറ്റുമുള്ള സെല്ലുകളെ നമ്മൾ എന്ത് പറയും? കൊറോണ റേഡിയേറ്റ സെൽ എന്ന് പറയും. ആൻഡ് ഇതെന്താണ്? നമ്മളുടെ സോണ പെലിസുഡ. സോണ പെലിസുഡ എന്ന് പറഞ്ഞാൽ എഗ് മെംബ്രെയിൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബി എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ദ റോൾ ഓഫ് ബി. ബിയുടെ റോള് ചോദിച്ചിരിക്കുന്നു. എയുടെ റോള് നമുക്കറിയാം. എന്താണ്? ബി എന്ന് പറഞ്ഞാൽ സോണ പെലിസുഡ ഇസ് എ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഓഫ് എഗ്. എഗിൻ്റെ പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ് സോണ പെലിസുഡ. കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? that is the cells which is present outside the egg membrane. ഇതിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ when one sperm touch the space membrane, egg membrane, that is this shape of the cells will be changed and prevent the entry of other sperms. അപ്പോൾ രണ്ടിൻ്റെ റോള് നമുക്കറിയാം. എന്താണ്? ഫസ്റ്റ് വൺ പ്രോസസ്സ് ഫെർട്ടിലൈസേഷൻ ആണ്. എഗ്ഗിൻ്റെ മെംബ്രെയിൻ്റെ പേര് സോണ പെലിസുഡ എന്നാണ്. അത് പ്രൊട്ടക്ഷൻ ആണ് അതിൻ്റെ ഫങ്ഷൻ. ദെൻ ഈ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ്റെ സൈഡിൽ വരുന്ന സെല്ലെന്ന് പറയുന്നത് കൊറോണ റേഡിയേറ്റ സെൽസ് ആണ്. ഈ കൊറോണ റേഡിയേറ്റ സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പേം എഗ് മെംബ്രെയിനെ ടച്ച് ചെയ്ത് കഴിയുമ്പം അതർ എന്താണ് ഈ കൊറോണ റേഡിയേറ്റ സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ആവും. ദ ഷേപ്പ് ചേഞ്ച് ആൻഡ് prevent the entry of other sperms. മറ്റുള്ള സ്പേമുകൾ എഗ്ഗിനടുത്തോട്ട് എത്താതെ ബ്ലോക്ക് ചെയ്യും. ദാറ്റ് ഈസ് ദ റോൾ ഓഫ് ദിസ് കൊറോണ റേഡിയേറ്റ സെൽസ് ആൻഡ് സോണ പെലിസുഡ ഇസ് ഫോർ പ്രൊട്ടക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നെയിം ദ പ്രോസസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വാട്ട് ഈസ് എ ആൻഡ് ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ റൈറ്റ് ദ റോൾ ഓഫ് ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിയുടെ റോൾ ആണെങ്കിൽ ജസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ, എയുടെ റോൾ ആണെങ്കിൽ എന്താണ്? പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് അതർ സ്പേംസ്. മനസ്സിലായല്ലോ? ആൻഡ് ദ 13th ക്വസ്റ്റ്യൻ ഈസ് some of the sexually transmitted diseases are not completely curable if detected early and treated properly. ചിലത് നമ്മൾ പറയുന്നുണ്ട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ക്യൂർ ആവും എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും ക്യൂർ ആവാത്ത സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും ഉണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഏതെങ്കിലും 2 ഡിസീസ്. നമ്മൾ കുറേ ഡിസീസ് പഠിക്കുന്നുണ്ട്. ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, അതായത് സിഫിലിസ്, ഗൊണേറിയ, ദെൻ വാട്ട് ഇസ് ജെനിറ്റൽ വാട്ട്സ്, ഹെപ്പറ്റൈറ്റിസ്, ദെൻ എയ്ഡ്സ്, അങ്ങനെ പല ഡിസീസ് പഠിക്കുന്നുണ്ട്. അതിൽ എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ദെൻ ജെനിറ്റൽ വാട്ട്സ്, അങ്ങനത്തെ അസുഖങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? ക്യൂറബിൾ അല്ല. എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ആർ ദ ഇൻക്യൂറബിൾ ഡിസീസസ്. are the 2 diseases which are incurable. ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഡിസീസാണ് ചോദിച്ചത്. ഐഡൻറ്റിഫൈ എനി ഓഫ് 2 such സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ഏതെങ്കിലും 2 ഡിസീസിൻ്റെ പേര്. അപ്പോൾ അതിന് 1 മാർക്കാണ്. അപ്പോൾ നമ്മൾ 2 ഡിസീസിൻ്റെ പേര് എഴുതുക. സിംറ്റംസും 2 സിംറ്റംസ് എഴുതിയാലും മതി. മെയിൻ നമ്മൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഇച്ചിങ് ഈസ് എ സിംറ്റം. പിന്നെ സ്വെല്ലിംഗ് ഇൻ ജെനിറ്റൽ ഏരിയാസ്, ദാറ്റ് ഈസ് അനദർ സിംറ്റം. ദെൻ ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഇതൊക്കെയാണ് ദാറ്റ് ഈസ് വിത്ത് ബാഡ് സ്മെൽ. ഇതൊക്കെയാണ് നമ്മളുടെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ സിംറ്റം. അപ്പോൾ നമ്മൾ 2 സിംറ്റം എഴുതിയാൽ മതി. 2 ഡിസീസും എഴുതി 2 സിംറ്റം എഴുതുക. അപ്പം ഇൻക്യൂറബിൾ ആയിട്ടുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ലിവറിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. അതാണ് അത് ഇൻക്യൂറബിൾ. എയ്ഡ്സ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ്, മാക്രോഫേജസിനെ. Then write the symptoms എന്ന് പറയുമ്പോൾ itching എഴുതാം, fluid discharge from with bad smell, then what is that? That is the swelling in genital areas, all of the symptoms of sexually transmitted diseases. Then the 14th question here they ask, that is
presence of an additional X chromosome making chromosome number 47. Already human body how many chromosomes are there? 46 chromosomes are there. Otherwise 23 pairs of chromosome. അതിൽ തന്നെ 22 എന്ന് പറയുന്നത് ഓട്ടോസോംസും, അതായത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ജീൻസ് കൺട്രോൾ ചെയ്യുന്ന ക്രോമോസോമും 1 പെയർ ഈസ് സെക്ഷുവൽ ക്രോമോസോം. XY എന്ന് പറയുന്നത് മെയിലിലും XX എന്ന് പറഞ്ഞാൽ ഫീമെയിലുമാണ്. ഇതാണ് നമ്മുടെ ക്രോമോസോമിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇൻ സം കേസസ് ഏതെങ്കിലും ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ നമുക്ക് ഒന്നി ഒരു അഡീഷൻ ഓർ ഡിലീഷൻ ഓർ വാട്ട് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ക്രോമോസോമിൻ്റെ അഡിഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഡിലീഷൻ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആവാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 22 ഓട്ടോസോംസ് പ്ലസ് XYൻ്റെ കൂടെ ഒരു X ക്രോമോസോം കൂടെ ആഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്രയായി? 46 അല്ല, ഒരെണ്ണം കൂടുതലായി. അപ്പോൾ ആ ഒരു പേഴ്സണിൽ എന്തായിരിക്കും? 47 ക്രോമോസോംസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം. 47 പ്ലസ് ദറ്റ് ഈസ് വാട്ട് 22 ഓട്ടോസോംസ് പ്ലസ് XXY. 22 ഓട്ടോസോംസ് 22 പെയേഴ്സ് ആണ് ടീച്ചർ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 44 എന്ന് എഴുതിയാൽ ഈ എ എഴുതണ്ട. 44 പ്ലസ് XXY. അപ്പോൾ നമുക്ക് 44 പ്ലസ് 3 47 ആയി. ഐഡൻറ്റിഫൈ ദ ഡിസോർഡർ, റൈറ്റ് അനദർ വൺ ക്യാരക്ടർ ഓഫ് ദ ഡിസീസ്. നമുക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടറും എഴുതണം, ഈ ഡിസോർഡറും ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ വരുന്ന ഡിസോർഡറിൻ്റെ പേര് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നാണ്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം വന്നാൽ എന്തായിരിക്കാം ഈ ക്യാരക്ടറിൻ്റെ ഡിസീസ് എന്ന് പറയുന്നത്? ഈ മെയിലാണ്. 44 പ്ലസ് XY എന്ന് പറഞ്ഞാൽ മെയിൽ. അതിൻ്റെ കൂടെ ഒരു X വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്? ഫെമിനൈൻ ക്യാരക്ടേഴ്സ് അവരിൽ കാണും. അതായത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആരിൽ കാണും? ഈ മെയിൽ പേഴ്സണിൽ കാണും. ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഈ മെയിലിൽ കാണും. വോയിസ് ചേഞ്ച്, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, ദെൻ വാട്ട് വി ക്യാൻ സേ അനദർ. അതായത് ലേഡീസിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും അവരെ കാണുമ്പോൾ. അവർ മെയിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ബിഹേവിയർ ഒക്കെ ഫീമെയിൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. അതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ആണ്, അതായത് ക്രോമോസോമൽ അബ്നോർമാലിറ്റി എന്ന് പറയും. ഓക്കെ, അതാണ് രണ്ട് പോയിൻ്റായിട്ട് എഴുതുക. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആൻഡ് വിത്ത് ദ മെയിൽ വിച്ച് ഹാവ് ഫീമെയിൽ ക്യാരക്ടർ ഓർ ഫെമിനൈൻ ക്യാരക്ടേഴ്സ് എന്ന് എഴുതിയാൽ മതി. Then 15th question എന്ന് പറയുന്നത് write any 2 specific side effect of anabolic steroids in male and female. Steroids എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അത്ലറ്റ്സ് ഒക്കെ ഒരുപാട് എന്താണ് അവരുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറയും. നമ്മൾ ഒടുവിൽ പറയാം അവസാനം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡിൽ സ്റ്റെറോയിഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അവരുടെ മെഡൽ തിരിച്ചു വാങ്ങി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പത്രത്തിലൊക്കെ. അപ്പോൾ ഇവിടെ അനബോളിക് സ്റ്റെറോയിഡ്സ് കഴിക്കുന്നത് കൊണ്ട് മെയിലിനും ഫീമെയിലിനും എന്തൊക്കെ ക്യാരക്ടർ ചേഞ്ച് വരാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൽ എന്ന് പറയുമ്പം 2 ക്യാരക്ടേഴ്സ് ഇവർ 2 എണ്ണം വീതം ചോദിച്ചിട്ടുണ്ട്. മെയിലിനാണെങ്കിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ അവരുടെ ഹെയർ ഫോൾ, ലോസ് ഓഫ് ഹെയർ, മുടി പൊഴിയുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് മെയിലിൽ. ഇത് രണ്ടും അനബോളിക് സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റ് ആണ് ഇൻ മെയിൽ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ എന്തൊക്കെയായിരിക്കും? ഫീമെയിലിന് ഡീപ്പനിങ് ഓഫ് വോയിസ്, പിന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ, ദെൻ ദാറ്റ് ഈസ് ഓവുലേഷൻ ഈസ് ആബ്സെൻറ്റ്. അങ്ങനെ ഒരു ഫെമിനൈൻ ക്യാരക്ടറൊക്കെ അവരിൽ കുറയും. അപ്പോൾ നമ്മൾ 2 ക്യാരക്ടർ എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ഡീപ്പനിങ് ഓഫ് വോയിസ് ആൻഡ് അബ്നോർമൽ മെൻസ്ട്രേഷൻ ജെൻസിൻ്റെ കാര്യത്തിൽ, മെയിലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എഴുതണം പോയിൻ്റ് ഔട്ട് ചെയ്ത് മെയിലിൽ എന്തൊക്കെയാണ് ലോസ് ഓഫ് ഹെയർ ആൻഡ് വാട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ദാറ്റ് ഈസ് വാട്ട് deepening of voice and loss of that is what abnormal menstruation. ഇപ്പോൾ ഇത്രയും എഴുതണം. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം നമുക്കൊരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. സ്കീമാറ്റിക് സ്ട്രക്ചർ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ലേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് that is characters, that means transgenetic informations from DNA to RNA. Here they are giving a what? നമ്മളുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദറ്റ് ഈസ് 3' 5' എന്ന് പറഞ്ഞാൽ DNA സ്ട്രക്ചറാണ്. DNA നിന്ന് എന്താണ്? DNA ഇൻഫർമേഷൻ വെച്ച് ഒരു RNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു റീജിയൻ കൊടുത്തിട്ട് ഇതിന് A എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഹിയർ ഇറ്റ് ഈസ് B, ദെൻ ഹിയർ ഇറ്റ് ഈസ് C ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇതാണെന്നറിയാം.
ദെൻ കോഡിംഗ് സ്ട്രാൻഡ്, അതൊക്കെ അവർ ലേബൽ ചെയ്തിട്ടുണ്ട്, ടെംപ്ലേറ്റ് ആൻഡ് കോഡിംഗ്. അപ്പോൾ എന്താണ് ഈ ഡയഗ്രാം? നമുക്കറിയാം ഒരു DNA എന്ന് പറയുന്നത് എത്ര നീളമുണ്ട്? 2.2 മീറ്ററോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ സീക്വൻസും അല്ലെങ്കിൽ ഫുൾ സ്ട്രാൻഡും എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം നമ്മളുടെ ദാറ്റ് ഈസ് ഒരു യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഒരു DNA-യുടെ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ സെഗ്മെൻറ്റ്, ആ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. DNA അങ്ങോട്ട് നീണ്ടു പോവുമായിരിക്കും, പക്ഷെ നമുക്ക് ഒരു പർട്ടിക്കുലർ റീജിയൻ മാത്രം, ഇപ്പോൾ 1 to 50 വരെയുള്ള ഒരു ചെയിൻ ആണെങ്കിൽ അതിൽ ഒരു 25 to 30 വരെയുള്ള റീജിയൻ മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ABC എന്താണ്? നമുക്കറിയാം ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ള പാർട്ട് നമുക്ക് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോട്ടർ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലുള്ള റീജിയൻ ആണ് പ്രൊമോട്ടർ. ദെൻ B എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻ. ദെൻ C എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റർ, അതായത് പ്രോസസ്സ് തുടങ്ങുന്ന റീജിയനെ നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയും. ദെൻ ആ പ്രോസസ്സ് നടക്കുന്ന റീജിയനെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയും. ആ പ്രോസസ്സ് എൻഡ് ആവുന്ന റീജിയനെ നമുക്ക് എന്ത് പറയാം? ടെർമിനേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ 3 ABC എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ, B എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ, C എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റർ, പ്രോസസ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ABC എന്താണെന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോഡിംഗ് സീക്വൻസ് ഓർ എക്സ്പ്രസ് സീക്വൻസ് ഇൻ യൂക്കാരിയോട്ടിലുള്ള കോഡിംഗ് സീക്വൻസിന് എന്ത് പറയുന്നതാണ്? അതാണ് സിസ്ട്രോൺ. ആ വേർഡ് എന്താണ്? സിസ്ട്രോൺ. നമ്മൾ യൂക്കാരിയോട്ടിക് ജീൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്രസ് സീക്വൻസിനെ നമുക്ക് എന്ത് പറയാം? സിസ്ട്രോൺ എന്ന് പറയാം. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻ. എക്സ്പ്രസ്ഡ് ആവുന്ന റീജിയനെ എക്സോൺ എന്നും എക്സ്പ്രസ്ഡ് ആവാത്തതിനെ നമുക്ക് ഇൻട്രോൺ എന്നും പറയാം. ഇവിടെ നമുക്ക് ചോദിച്ചത് എക്സ്പ്രസ്ഡ് ആവുന്ന റീജിയൻ ആണ്. അപ്പോൾ ഇത് ഇസ് കോൾഡ് എസ് വാട്ട്? എക്സോൺ. ദ കോഡിംഗ് സീക്വൻസ് ആർ എക്സ്പ്രസ്ഡ് സീക്വൻസ് ഓഫ്. അപ്പോൾ സ്ട്രക്ചറൽ ജീനിനെ കോമൺ ആയിട്ട് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയും. എക്സ്പ്രസ് ചെയ്യുന്ന റീജിയനെ എക്സോൺ എന്നും എക്സ്പ്രസ് ചെയ്യാത്ത റീജിയനെ നമ്മൾ ഇൻട്രോൺ എന്നും പറയും. ഓക്കെ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഗിവൻ. ഈ ഒരു ഡയഗ്രാമിനെ ബേസ് ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ, B സ്ട്രക്ചറൽ, C ടെർമിനേറ്റർ. അപ്പോൾ എന്താണ് എക്സ്പ്രസ് സീക്വൻസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സോൺ. മനസ്സിലായല്ലോ? കാരണം ഇവിടെ ഉണ്ടാവുന്ന അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഏബിൾ ആവുന്ന പോർഷനെയാണ് നമ്മൾ എക്സ്പ്രസ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സോൺ. ഓക്കെ, then 17th question, consumption of drug and alcohol affects the person's mental and physical health very badly. List out the effects of drug or alcohol abuse. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എഴുതാം. മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അഫക്റ്റ് ചെയ്യും. അതായത് എന്താണ്? ഫസ്റ്റ് നമുക്ക് ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കാരണം വരുന്ന ഫിസിക്കൽ എഫക്റ്റ് ആണ് ബ്ലഡ് പ്രഷർ കൂടും. ആൻഡ് ഇറ്റ് അഫക്ട്സ് ദ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. നമ്മളുടെ ഹാർട്ടിനെയും അതിൻ്റെ ബ്ലഡ് വെസൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഇറ്റ് അഫക്ട്സ് ദ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഴുതാം? ഇറ്റ് അഫക്ട്സ് അവർ മെൻ്റൽ എബിലിറ്റി. നമുക്ക് ഹാലൂസിനേഷൻ ഇല്ലേ? ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാരണം ഹാലൂസിനേഷൻ ഉണ്ടാവുന്നു. ഇൻസോംനിയ, ഉറക്കം ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എന്താണ്? ഇറഗുലർ സ്ലീപ്പിംഗ്. പിന്നെ ലാക്ക് ഓഫ് ആപ്പറ്റൈറ്റ്. ഇതൊക്കെ നമുക്ക് എഴുതാം ചേഞ്ചസ് ആയിട്ട്. അതായത് ലിസ്റ്റ് ഔട്ട് ദ എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ 4 എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതാം? ഇറ്റ് അഫക്ട്സ് ദ ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ, ഇറ്റ് അഫക്ട്സ് ദ കാർഡിയോവാസ്കുലർ സിസ്റ്റം, ദെൻ ഇറ്റ് what affects the mental abilities, insomnia or lack of sleeping or appetite. ഇതെല്ലാം നമുക്ക് എന്ത് എഴുതാം? ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സൈഡ് എഫക്റ്റ് അല്ല, എഫക്ട്സ്. Then next we are having the diagram of Miller's experiment. Miller's experiment നമുക്കറിയാം. Miller's experimentൽ നമ്മളുടെ മില്ലറിൻ്റെ ആ ക്ലോസ്ഡ് യൂട്യൂബ് എക്സ്പെരിമെൻ്റ് ആണ്. ആ ഒരു ട്യൂബിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ദേ ആർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ ഡിഡ് പ്രപ്പോസ് ദ കെമിക്കൽ എവല്യൂഷൻ. നമ്മൾ എവല്യൂഷനിൽ പഠിക്കുന്നുണ്ട്, പല തിയറീസ് ഉണ്ടായിരുന്നു എവല്യൂഷൻ്റെ ബേസിൽ. എന്തൊക്കെയാണ്? ദ തിയറി ഓഫ് panspermia, theory of spontaneous generation, theory of abiogenesis,
then theory of biogenesis, പിന്നെന്താണ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആരാണ് അത് ആ തിയറി പ്രപ്പോസ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ പ്രപ്പോസ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. എന്താണ് കെമിക്കൽ എവല്യൂഷൻ്റെ തിയറി എന്നറിയാമോ? നമ്മളുടെ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന കെമിക്കൽ മോളിക്യൂൾസ് ലൈക്ക് വാട്ട്, മീഥേൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ്സ്, then all these gases is what converted into organic molecules. ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ആയി. അത് എന്തിൻ്റെ പ്രസൻസിലാണ്? ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ട്, as like natural effects, as like what 800 degrees Celsius of lightning effectനെയാണ് നമ്മൾ ഈ 800 degrees Celsius എന്ന് പറയുന്നത്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് പ്രിമിറ്റീവ് എർത്ത്? അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ദ ഇനോർഗാനിക് മോളിക്യൂൾസ് ദ ഓർഗാനിക് മോളിക്യൂൾസ് ആർ ഫോംഡ് ഇൻ ദ എർത്ത് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ലൈഫിന് ആവശ്യമാകുന്ന ഓർഗാനിക് മോളിക്യൂൾസ് ഫോമായി. ഏതിൽ നിന്നും? ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് ഫോം. അപ്പം നാച്ചുറലി നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത ഗ്യാസിയസ് മോളിക്യൂൾസിൽ നിന്നാണ് ജീവന് ആവശ്യമായിട്ടുള്ള ബയോ മോളിക്യൂൾസ് ഉണ്ടായത് എന്നാണ് കെമിക്കൽ എവല്യൂഷനിൽ പറയുന്നത്. അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് യുറേ മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ്. ആ ഒരു തിയറിയാണ് നമുക്ക് കൊടുത്തിരിക്കുക. ആ ഒരു ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ ചോദിച്ച 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഹൂ ഡിഡ് പ്രപ്പോസ് ദ കെമിക്കൽ എവല്യൂഷൻ തിയറി? തിയറി പ്രപ്പോസ് ചെയ്തത് ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ തന്നെയാണ്. നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട യുറേ മില്ലർ ആണോ എന്ന്. ഈ തിയറിയുടെ ബേസിൽ യുറേ മില്ലർ വർക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. ദെൻ വാട്ട് ആർ ദ കണ്ടീഷൻസ് പ്രിമിറ്റീവ് എർത്ത് ക്രിയേറ്റഡ് ഫോർ ദിസ് എക്സ്പെരിമെന്റ്? എന്തൊക്കെ കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു? എന്തൊക്കെ കണ്ടീഷൻ? ഓഷനിലുള്ള, അപ്പം നമ്മളിത് പറയുന്ന വാട്ടർ സൈക്കിൾ പോലെയാണ്. നമുക്ക് ഒരു സൈഡിന് നമ്മൾ കുറച്ച് വെള്ളം കൊടുത്ത് എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യുന്നു. അതായത് നാച്ചുറലി ഓഷനിൽ അതായത് ഹീറ്റ് കൊണ്ട് ബോയിൽ ആവുന്നത് പോലെ. അപ്പം ഈ ബോയിൽ ചെയ്തിട്ട് ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഒരു റൗണ്ട് ട്യൂബ് ഉണ്ട്, അതിനകത്ത് വരുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ പണ്ട് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന എന്താണ്? ദാറ്റ് ഈസ് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള ഗ്യാസിയസ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് 800 degrees Celsius ഇലക്ട്രോഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈറ്റ്നിങ് എഫക്റ്റിൻ്റെ ടെമ്പറേച്ചറാണ് ഇവിടെ കൊടുക്കുന്നത്, ലൈറ്റ്നിങ്. സോ ദെൻ ഇവിടെ നമ്മളുടെ എർത്തിൽ ദാറ്റ് ഈസ് ഓഷനിലുള്ള വാട്ടർ എവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലെത്തി. ഇവിടുത്തെ ഈ ഒരു 800 degrees Celsius കൂടെ ആക്ട് ചെയ്തപ്പം ഇവിടെ നിന്നും ഫോം ആവുന്ന ഡ്രോപ്ലെറ്റ്സ് കളക്റ്റഡ് ഇൻ എ ട്യൂബ് ഹിയർ. ഒരു ട്യൂബിൽ കളക്ട് ചെയ്തപ്പം ദാറ്റ് ഹാവിങ് സെർട്ടൈൻ കളർ ചേഞ്ചസ്. അതിന് എന്തുണ്ടായിരുന്നു? കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. ദെൻ വെൻ വി ടെസ്റ്റഡ് ദിസ് വി ഫൈൻഡ് ഔട്ട് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആണ്, ബേസിക് ബയോ മോളിക്യൂൾ ആണ്. അപ്പോൾ അമിനോ ആസിഡ് ഫോമായി എന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് യുറേ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ്. അതാണ് ചോദിച്ചിരുന്നത്. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് ക്രിയേറ്റഡ്? നമ്മൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു, അതിൽ പ്രിമിറ്റീവ് ഗ്യാസിയസ് മോളിക്യൂൾസും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. വാട്ടർ സൈക്കിളിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നെയായിരുന്നു. Then what was his observation after this experiment? എന്ത് മനസ്സിലായി? ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ്? ഓർഗാനിക് മോളിക്യൂൾസ് ഇനോർഗാനിക് മോളിക്യൂൾസിൽ നിന്നും ഫോം ആയി. ഫ്രം ദ ഇനോർഗാനിക് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ദ primitive earth is converted as organic molecules or biomolecules which are essential for life. അങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ആയത്. ഈ ഒരു ബേസിൽ അവർ ന്യൂക്ലിയോടൈഡ് ഫോം ആയെന്നും നൈട്രോജനസ് ബേസസ് ഫോം ആയെന്നും അവർ കണ്ടുപിടിച്ചു. ദെൻ ആ ഒരു നൈട്രോജനസ് ബേസിസും പിന്നെന്തുവാണ്? ദാറ്റ് ഈസ് അമിനോ ആസിഡ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, പെൻറ്റോ ഷുഗർ എല്ലാം കൂടെ ചേർന്നപ്പം ന്യൂക്ലിയോസൈഡ്സ് ഉണ്ടായി, ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായി. ഫ്രം ദാറ്റ് DNA ഫോംഡ്. DNA-യിൽ നിന്ന് സെല്ല് ഫോമായി. ഫ്രം ദ സെൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ദെൻ മൾട്ടി സെല്ലുലാറിൽ നിന്ന് ഓർഗാൻ ലെവൽ, ഓർഗാൻ സിസ്റ്റം ലെവൽ, ദെൻ ഓർഗാനിസം. അങ്ങനെ ലിവിങ് ബീയിങ് ഫോം ആയി എന്നാണ് എവല്യൂഷൻ പറയുന്നത്. അതാണ് ഈ തിയറി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആര് പ്രപ്പോസ് ചെയ്തു എന്നും എന്തൊക്കെ കണ്ടീഷൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നും ദെൻ വാട്ട് വാസ് ദ ഒബ്സർവേഷൻ അറിയാലോ. ഓർഗാനിക് മോളിക്യൂൾസ് ആർ ഫോംഡ്. Then 19th question, the testes are situated outside the abdominal cavity within a pouch. നമ്മളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. So here they asked, write the name of that pouch like structure. ആ പൗച്ചിൻ്റെ പേരാണ് ചോദിച്ചിരുന്നത്. That is called as scrotum. So what is the role of this scrotum? That is the second question. That is write the significance. എന്താണ്? It have the
എബിലിറ്റി ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അതായത് ബോഡി ടെമ്പറേച്ചറിനേക്കാളും -2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്ക്രോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ ഫോർ സ്പെർമാറ്റോജെനിസിന് അത്യാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. -2 to 2.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഒരു 33 ഡിഗ്രി സെൽഷ്യസ്. Then 20th question is microbes play a major role as biocontrol agent. നമുക്കറിയാം, നമ്മൾ പഠിച്ചു മൈക്രോബ്സ് ആർ ബയോകൺട്രോൾ ഏജന്റ് എന്ന് പഠിച്ചു. വാട്ട് ഈസ് ബയോകൺട്രോൾ? ബയോകൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോകൺട്രോൾ മീൻസ് ദ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്റ്റ്. അതായത് നമുക്ക് തന്നെ അറിയാം, പണ്ട് ഡ്രാഗൺ ഫ്ലൈസ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എവിടെ നോക്കിയാലും നല്ല ചുമന്ന ചിറകുള്ള തുമ്പിയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊന്നും കാണുന്നില്ല. എല്ലാം എന്താണ്, കുറേയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട് സ്പീഷീസ്. പിന്നെ ഈ ഒരു തുമ്പി ഉണ്ടെങ്കിൽ ഡ്രാഗൺ ഫ്ലൈസ് എന്ത് കഴിക്കും? മോസ്കിറ്റോൻ്റെ ലാർവയാണ് അതിൻ്റെ ഫുഡെന്ന് പറയുന്നത്. അപ്പം മോസ്കിറ്റോസ് കുറവായിരിക്കും. ഡ്രാഗൺ ഫ്ലൈ ഉള്ള സ്ഥലത്ത് മോസ്കിറ്റോ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ ഡ്രാഗൺ ഫ്ലൈനെ കാണാനില്ല, മോസ്കിറ്റോസ് ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ല? അതാണ് ബയോ കൺട്രോൾ എന്ന് പറയുന്നത്. നാച്ചുറൽ എനിമീസ് ഓഫ് ഇൻസെക്റ്റ് ആൻഡ് പെസ്റ്റ്, അതിനെ ഉപയോഗിച്ച് നമ്മൾ കൊല്ലുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ബയോ കൺട്രോൾ? ബയോ കൺട്രോൾ ഈസ് ദ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്റ്റ്. ബി എന്ന് പറയുന്നത് റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ബയോ കൺട്രോൾ ഏജന്റ്. നമുക്കറിയാം ബാക്ടീരിയ ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഫംഗസിനെ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്തായിട്ട് ആക്ട് ചെയ്യും? കോട്ടൺ ബോൾവേംസിനെ കില്ല് ചെയ്യാനുള്ള എന്തുണ്ട്? പ്രോട്ടോടോക്സിൻ അതിൻ്റെ ബോഡിയിലുണ്ട്. അപ്പം നമുക്ക് റൈറ്റ് എനി 2 എക്സാമ്പിൾ ഓഫ് ബയോ കൺട്രോൾ നമുക്ക് എന്ത് എഴുതാം? ഫംഗസ്, ബാക്ടീരിയ, സ്മോൾ മൈക്രോബ്സ്, അതൊക്കെ എഴുതാം. Then third question, what is the benefit of biocontrol over chemical control? നമുക്കറിയാം കെമിക്കൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നു. കെമിക്കൽസ് എന്തായാലും നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ ആണ്. ഇപ്പം നമ്മൾ പച്ചക്കറിക്ക് ഒരു പെസ്റ്റിസൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ മൾട്ടിപ്ലൈ ആവും. ബിക്കോസ് ഓഫ് ദ ബയോ കെമിക്കൽസ് പ്രസൻറ്റ് ഇൻ അവർ ബോഡി, ഇറ്റ് റിയാക്ട്സ്, ഇറ്റ് മൾട്ടിപ്ലൈസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നു? കെമിക്കൽസ് നമ്മുടെ ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലോട്ട് എത്തുമ്പം കൂടി പോകും. അപ്പം അത് ബയോ മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഓർഗാനിക്, ഇപ്പോൾ ബയോ കൺട്രോൾ ആണ് നടക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാംഫുൾ ടു അതർ ഓർഗാനിസം. വേറൊരു ഓർഗാനിസത്തിന് ഹാംഫുൾ അല്ല. അത് സ്പീഷീസ് സ്പെസിഫിക് ആയിരിക്കും. അതായത് സ്പെസിഫിക് ഓർഗാനിസത്തിനെ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? നശിപ്പിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് എസ് ബയോ കൺട്രോൾ. ബയോ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. ദെൻ 21st ക്വസ്റ്റ്യൻ ഈസ് സഹേലി, എ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽ. നമ്മൾ ഹ്യൂമൻ ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സഹേലി എന്ന് പറയുന്ന ടാബ്ലറ്റ്, അത് എന്താണ്? ദാറ്റ് ഈസ് ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഇൻ ഫീമെയിൽ. കോൺട്രാസെപ്റ്റീവ് മീൻസ് ടു അവോയ്ഡ് പ്രഗ്നൻസി. സോ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വേർ ഫ്രം ദിസ് ഡ്രഗ് വാസ് ഡെവലപ്ഡ്. ഈ ഡ്രഗ് ഡെവലപ്പ് ചെയ്തത് എൻട്രൻസ് ആംഗിളിൽ പോലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? ദ സഹേലി എന്ന് പറയുന്ന പില്ല് ഡെവലപ്പ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് വൺ, വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് ദിസ് ഡ്രഗ്? എന്താണ് ഈ ഡ്രഗിൻ്റെ ഒരു ഗുണം? എന്താണ്? ഇറ്റ് ഈസ് ലെസ് സൈഡ് എഫക്റ്റ്. ഇതിന് സൈഡ് എഫക്റ്റ് കുറവാണ്. പിന്നെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ. പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ, അതായത് ഹോർമോണൽ കോമ്പിനേഷനിലുള്ള ഒരു പില്ലാണ്. ദാറ്റ് ഈസ് വൺസ് എ വീക്ക് പില്ലാണ്. ആഴ്ചയിൽ ഒരെണ്ണം വീതം എടുത്താൽ മതി. ഇറ്റ്സ് എ നോൺ സ്റ്റെറോയിഡൽ പ്രിപ്പറേഷൻ. സ്റ്റെറോയിഡ് ഇല്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് 1-2 ഫീച്ചർ എഴുതിയാൽ മതി. നോൺ സ്റ്റെറോയിഡൽ പ്രിപ്പറേഷൻ ആണ്, പ്രൊജസ്ട്രജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആണ്, വൺസ് എ വീക്ക് പില്ലാണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്. ഈ 4ഉം അതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. യു ക്യാൻ റൈറ്റ് എനി വൺ ഓർ 2. ഓക്കെ. സോ ദാറ്റ് ഇസ് CDRI എന്നുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ദെൻ 22nd ക്വസ്റ്റ്യൻ, ഇൻ സ്നാപ്ഡ്രാഗൺ. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, സ്നാപ്ഡ്രാഗണിൽ എന്താണ്? F1 progeny shows pink colored flowers when a cross is made between red flowered and white flowered plant. റെഡും വൈറ്റും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം പിങ്ക് കളറാണ് ഉണ്ടായത്. Red and white flower is crossed. So capital R, red. Then small r. അപ്പം സ്നാപ്ഡ്രാഗണിൽ റെഡ് കളർ ഫ്ലവറിനെ വൈറ്റ് കളറുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ
F1 generation. വന്ന ജനറ്റിക് റേഷ്യോ നമുക്ക് മെന്റലിന്റെ തിയറിയിൽ വന്നതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പിങ്ക് ആയിരുന്നു. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ക്യാരക്ടർ പിങ്ക് കളർ ആയിരുന്നു. അപ്പോൾ വെൻ ദാറ്റ് ഈസ് ദ question here in Snapdragon, when we crossed red flowered and white flowered plant, it shows what in the F1 generation it have pink colored. Then here, what is the genetic reason for this phenomena? ഇതിന്റെ genetic reason എന്താണ്? ഇത് partially dominant ആണ്. അപ്പോൾ ഇതെന്തുവാണ്? Incomplete dominance. അപ്പോൾ first answer is incomplete dominance. Partially dominant എന്ന് പറയുമ്പോൾ incomplete dominance ആണ്. Second എന്ന് പറയുന്നത് find out the phenotypic ratio of F2 generation. F2 ജനറേഷൻ്റെ ഫീനോട്ടിപ്പിക് എങ്ങനെ കാണാം? F2 ജനറേഷന് നമുക്ക് എന്ത് ചെയ്യും? ഇതിനെ തന്നെ എഗെയിൻ ക്രോസ് ചെയ്യും. അതായത് ഇത് സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം നമുക്ക് F2 ജനറേഷൻ കിട്ടും. നമുക്കതിന് പന്നറ്റ് സ്ക്വയർ വരച്ച് എളുപ്പം ചെയ്യാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ എങ്ങനെ വരും? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ ആർ. അപ്പം 1:2:1. അപ്പോൾ 1 R എന്ന് പറയുമ്പം 1 റെഡ് പ്ലസ് 2 പിങ്ക് ആൻഡ് 1 വൈറ്റ്. അതേപോലെ ജനറ്റിക് റേഷ്യോയും 1:2 1 RR then 2 R സ്മോൾ ആർ then 1 സ്മോൾ ആർ സ്മോൾ ആർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദിസ് phenomena, that is incomplete dominance. Second question എന്ന് ചോദിച്ചേക്കുന്നത് find out the phenotypic ratio of F2 generation. F2 ജനറേഷൻ്റെ phenotypic ratio ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 1 red 2 pink 1 white. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ട രണ്ട് ആൻസർ എന്ന്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസും ഇതും 1 red 2 pink 1 white. ഓക്കെ. ആൻഡ് ദ 23rd question